എന്തായാലും ചുമ്മാ ഇരിക്കല്ലേ, ബാ ഒന്ന് കോഴിക്കോട് പോയിട്ട് വരാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഈ ഇറക്കം. ഫുഡ് മുഖ്യം. ആദ്യം തന്നെ വിട്ടു പാരഗണിലോട്ട് ചെന്നു 2 പ്ലേറ്റ് ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോഴാ തോന്നിയ ഭയങ്കര ദാഹം. ഓർഡർ ചെയ്തു ഒരു മിൻറ്റ് ലൈമും ഒരു വാട്ടർമെലൺ ലൂസും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഓട്ടോ വിളിച്ച് പോയത് മിഠായി തെരുവിലോട്ടാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് കുറേ സാധനം മേടിക്കാണ്ട്, എന്താണ് മേടിക്കേണ്ടതെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഈ നടത്തുന്നത്. ഈ കൈ പിടിച്ചോട്ട് പോകുന്നത് സ്നേഹം കൊണ്ടല്ല, ഓരോ കടയിലോട്ട് ഞാൻ കയറുന്നത് കണ്ട് എന്നെ ഓടി വലിച്ചുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആടിസയുടെ മേലെ എൻ്റെ കണ്ണിൽ പെട്ടത്. ഒന്നും നോക്കില്ല, ചാടിക്കറി. ഇഷ്ടം പോലെ സാധനങ്ങൾ, എല്ലാത്തിനും അടിപൊളിയായിട്ട് വില കുറവ്. ഇതിന് ഒരെണ്ണത്തിന് 99 ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് തപ്പിത്തെറിഞ്ഞു, പിന്നെ അവിടെ വെച്ചു. അപ്പം തൊട്ടപ്പുറത്ത് ദേ കിടക്കുന്നു ഒരുപാട് ഫാൻസി. ഇതിനൊക്കെ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു പീസിന്. അങ്ങനെ വിലക്കുറവ് കിട്ടിയ 4 സാധനം പെറുക്കിയെടുത്ത് ബില്ല് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ പോയത് രാജൻ കോഫി ഹൗസിൽ പോയി കാപ്പിപ്പൊടി വീട്ടിലോട്ട് വാങ്ങാനാണ്. അങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ വാങ്ങി നേരെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ്. കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, ആ വെയിറ്റിംഗ് സീനാണ് നിങ്ങളെ കണ്ടത്. എന്നിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ഹൽവ വാങ്ങാണ്ട് പോകാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങളും വാങ്ങി കോഴിക്കോടൻ ഹൽവി, എന്നിട്ട് വീട്ടിൽ പോയി. ബൈ.